അപ്പൊ ഹലോ ഗൈസ്, അപ്പൊ എല്ലാവർക്കും ബൈക്കപ്പ് ആൻഡ് കാസിന്റെ അടുത്തൊരു കിടിലൻ വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പൊ നമ്മൾ 2025 ആദ്യമായിട്ട് ചെയ്യുന്ന പുതിയ വീഡിയോ ആണ്. അപ്പൊ നമ്മൾ ഒരുപാട് ചേഞ്ചസ് നമ്മൾ ഷോറൂമിൽ കൊണ്ടുവന്നിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് വേണ്ടിയിട്ട് ലോ ബഡ്ജറ്റും മിഡ് ബഡ്ജറ്റും വണ്ടികൾ നമ്മൾ പുതുതായിട്ട് വരുന്ന ഷോറൂമിൽ നമ്മൾ ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇനി തൊട്ട് ഇത് കംപ്ലീറ്റ്ലി ഡീൽ ചെയ്യുന്ന ഇക്ബാലും പിന്നെ ഉണ്ണിയും കൂടെ ആയിരിക്കും. അപ്പൊ അവരെ നമ്പർ ആയിരിക്കും നിങ്ങൾ ഈ സ്ക്രീനിൽ കാണുന്നത്. അപ്പൊ ഈ ഇരിക്കുന്ന വണ്ടികൾ, ഇത്രയും വണ്ടികൾ, ഏകദേശം 60ഓളം വണ്ടികൾ സ്റ്റോക്ക് നമ്മൾ ഇവിടെ വെച്ചിട്ടുണ്ട്. അപ്പൊ ആ വണ്ടികൾ എടുക്കാനായിട്ട് നിങ്ങൾ ഇവരുടെ രണ്ടുപേരുടെ നമ്പറിൽ തന്നെ കോൺടാക്ട് ചെയ്യുക. അപ്പോൾ നമ്മൾ ഇവിടെ ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ളതെന്ന് പറയുമ്പോഴത്തേക്ക് നമുക്ക് ലോ ബഡ്ജറ്റും മിഡ് ബഡ്ജറ്റ് സെഗ്മെന്റിലുള്ള വണ്ടികളാണ്. അപ്പൊ ഇത് പറയുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ടി വി എസ് ജൂപ്പിറ്റർ, ഇതെല്ലാം 2022-23 മോഡലാണ്. അപ്പൊ ജൂപ്പിറ്റർ തന്നെ മോഡൽ കൂടിയ വണ്ടിയും കുറഞ്ഞ വണ്ടിയും നമ്മൾ സ്റ്റോക്കിൽ ആഡ് ചെയ്തിട്ടുണ്ട്. അപ്പൊ ഇവിടെ ഇരിക്കുന്നതിൽ നമുക്ക് 30 രൂപയ്ക്കകത്തുള്ള വണ്ടികൾ ഏതാണ് ഉണ്ണി? നമുക്ക് 30 രൂപയ്ക്കകത്ത് ഒന്ന് കാണിച്ചു കൊടുക്കും. ഏതാണ്? നമുക്ക് ടി വി എസ് വീഗോ ഇരിപ്പുണ്ട്. നമുക്ക് ഓക്കെ, അപ്പൊ നമുക്കിപ്പോ പുള്ളി പറഞ്ഞ അനുസരിച്ച് ഇപ്പൊ ടി വി എസ് വീഗോ, ആക്ടിവ, വെസ്പ, ഏവിയേറ്റർ ഇതെല്ലാം ലോ ബഡ്ജറ്റ് സെഗ്മെന്റിൽ വരുന്നതാണ്. അതേപോലെ തന്നെ നമ്മൾ അവിടെ കണ്ടതിൽ ഒരു ലോ ബഡ്ജറ്റ് ടി വി എസ് ജൂപ്പിറ്റർ 2018 മോഡലാണ്. നമുക്ക് 48 രൂപയ്ക്ക് തന്നെ ഈ വണ്ടി ചെയ്തു തരാൻ പറ്റും. ഒരു 10,000 രൂപ ഡൗൺ പേയ്മെന്റ് അടച്ചു കഴിഞ്ഞാൽ നമുക്ക് ഫിനാൻസ് ചെയ്യാൻ പറ്റും. അതേപോലെ നമുക്ക് ഇക്ബാൽ ലോ ബഡ്ജറ്റ് ബൈക്ക് ഏതാണ് നമുക്ക് കൊടുക്കാൻ പറ്റുന്നത്? ലോ ബഡ്ജറ്റ് നമുക്ക് സ്പ്ലെൻഡർ തൊട്ട് തന്നെ കൊടുക്കാം. ഓക്കെ, സ്പ്ലെൻഡർ ഉണ്ട്. ഈ ഡിസ്കവർ ഒക്കെ എത്രയാണ് പ്രൈസ് വരുന്നത്? ഡിസ്കവർ വരുമ്പോൾ 15 രൂപ. ഓക്കെ, അപ്പൊ 15 രൂപയ്ക്കുള്ള ഡിസ്കവർ ഉണ്ട്, 20 രൂപയ്ക്ക് വരുന്ന സ്പ്ലെൻഡർ ഉണ്ട്. അതേപോലെ തന്നെ 2012 മോഡൽ ഒരു നല്ലൊരു സ്പ്ലെൻഡർ ഇവിടെ ഇരിപ്പുണ്ട്. അതിന്റെ പ്രൈസ് വന്നിട്ട് വെറും 26,000 രൂപയാണ്. സെൽഫ് കാര്യങ്ങളെല്ലാം വരുന്ന വണ്ടിയാണ്. അപ്പൊ നമുക്ക് ഇൻഷുറൻസ്, പേരുമാറ്റൽ കാര്യങ്ങളെല്ലാം ചേർത്തിട്ട് തന്നെ എല്ലാ വണ്ടികളും ഡെലിവറി തരാൻ പറ്റും. അതേപോലെ ഇവിടെ ഒരുപാട് പ്ലാറ്റിന CT എല്ലാം ഇരിപ്പുണ്ട്. 45 രൂപ തൊട്ടാണ് നമുക്ക് സ്റ്റാർട്ടിങ് വരുന്നത്. അപ്പൊ അതേപോലെ തന്നെ നമ്മളെ ഒരു നല്ലൊരു ക്വാളിറ്റി ഒരു യൂണിക്കോൺ ഇരിപ്പുണ്ട്. യൂണിക്കോൺ നമുക്ക് എന്ത് വിലയ്ക്ക് കൊടുക്കാം? 2017 മോഡലാണ്. അത് നമുക്ക് 60 രൂപയ്ക്ക് കൊടുക്കാം. ഓക്കെ, അപ്പൊ ഈ പറയുന്ന പ്രൈസുകളിൽ നിങ്ങൾക്ക് മാന്യമായിട്ടുള്ള ഡിസ്കൗണ്ട് നിങ്ങൾ ചെയ്തു കൊടുക്കൂലേ? ഓക്കെ, അപ്പോൾ ഇവരെ രണ്ടുപേരെ, നിങ്ങൾ രണ്ടുപേരുടെ നമ്പർ നമ്മൾ സ്ക്രീനിൽ കാണിക്കുന്നുണ്ട്. അപ്പോൾ ഇവരെയാണ് നിങ്ങൾ കോൺടാക്ട് ചെയ്യേണ്ടത്. മാക്സിമം അഡ്ജസ്റ്റഡ് പ്രൈസിൽ നിങ്ങൾക്ക് വണ്ടി കാര്യങ്ങളെല്ലാം ചെയ്തു തരും. അതോടൊപ്പം തന്നെ പേര് മാറ്റൽ, ഓണർഷിപ്പ് ട്രാൻസ്ഫറിങ് കാര്യങ്ങളെല്ലാം നമുക്ക് ചെയ്തു തരും. അപ്പോൾ ഇനി ഗോഡൌണിൽ ഇരിക്കുന്ന എല്ലാ വണ്ടികളുടെയും ഡീറ്റെയിൽസ് ആണ്. ഇത് വരുമ്പോഴത്തേക്ക് 2022 മോഡൽ പ്ലാറ്റിനയാണ്. വെറും 16,000 കിലോമീറ്ററേ ഉള്ളൂ. 20,000 രൂപ ഡൗൺ പേയ്മെന്റിൽ നമുക്ക് എടുക്കാൻ പറ്റും. ഏകദേശം മൈലേജിനായിട്ടൊക്കെ വേണ്ടവർക്ക് എടുക്കാൻ പറ്റിയ വണ്ടിയാണ്. അതേപോലെ തന്നെ 2018 മോഡൽ ഒരു CT 100 നമ്മളെ ഇരിപ്പുണ്ട്. ഇനി സ്പ്ലെൻഡർ സെൽഫുള്ള മോഡൽ, ഒരുപാട് പേരാണ് സ്പ്ലെൻഡറിനെ പറ്റി തിരക്കുന്നത്. 26,000 രൂപയ്ക്ക് സ്പ്ലെൻഡർ സെൽഫ് സ്റ്റാർട്ട് ഉള്ള വണ്ടി, അതും പുതിയ ഇൻഷുറൻസ് എടുത്ത് നിങ്ങളുടെ പേരിൽ ഓണർഷിപ്പ് കാര്യങ്ങളെല്ലാം നമ്മൾ മാറിത്തരും. ഇനി 10,000 രൂപ ഡൗൺ പേയ്മെന്റിൽ എടുക്കാൻ പറ്റിയ കിടിലം ഒരു അപ്പാച്ചി RTR 160 ആണ് നമ്മൾ ഇരിക്കുന്നത്. 2020 മോഡലാണ്. വെറും 10 രൂപ അല്ലെങ്കിൽ ഒരു 5,000 രൂപ ഡൗൺ പേയ്മെന്റ്, നിങ്ങൾക്ക് നല്ല സിബിൽ സ്കോർ കാര്യങ്ങളുണ്ടെങ്കിൽ 5 രൂപ ഡൗൺ പേയ്മെന്റ് അടച്ചാലും നിങ്ങൾക്ക് ഈ വണ്ടി എടുക്കാൻ പറ്റും. അതേപോലെ തന്നെ ഒരു നീറ്റ്ലി മെയിൻറ്റൈൻഡ് ആയിട്ടുള്ള ഒരു യൂണിക്കോൺ നമ്മളെ ഇരിപ്പുണ്ട്. 58,000 രൂപയ്ക്ക് നമുക്ക് ഫൈനൽ പ്രൈസിൽ, അതായത് 60 രൂപയാണ് നമ്മുടെ ആസ്കിംഗ് പ്രൈസ്. അപ്പോൾ 2,000 രൂപ ഡിസ്കൗണ്ട് നമുക്ക് ചെയ്തു തരാൻ പറ്റും. അതേപോലെ തന്നെ CT 110 45 രൂപയ്ക്ക് ഇരിക്കുന്ന വണ്ടിയുണ്ട്. അതേപോലെ തന്നെ 55 രൂപയ്ക്ക് ഇരിക്കുന്ന വണ്ടിയുണ്ട്. 40 രൂപയ്ക്ക് ഇരിക്കുന്ന വണ്ടിയുണ്ട്. അപ്പോൾ ഏകദേശം അപ്രോക്സിമേറ്റ്ലി 2018 മേലോട്ടുള്ള വണ്ടികളാണ്, ഫിനാൻസ് അവൈലബിൾ ആയിട്ടുള്ള വണ്ടികളാണ്. 40 to 60 റേഞ്ചിൽ നമുക്ക് ഒരുപാട് വണ്ടികൾ CT പ്ലാറ്റിന അറേഞ്ചിട്ടുണ്ട്. അതേപോലെ തന്നെ ഒരുപാട് പേരാണ് നമ്മളതിൽ മിഡ്ഷിപ്പ് FC ചോദിക്കുന്നത്. അപ്പോൾ മിഡ്ഷിപ്പ് FC 2014 മോഡൽ നമ്മളതിൽ അവൈലബിൾ ആണ്. വെറും 32,000 രൂപയ്ക്ക് നിങ്ങൾക്ക് ഈ വണ്ടി നമ്മൾ പുതിയ ഇൻഷുറൻസ് എടുത്ത് ഓണർഷിപ്പ് കാര്യങ്ങളെല്ലാം നമ്മൾ മാറിത്തരും. അപ്പോൾ മിഡ്ഷിപ്പ് FC നല്ലൊരു വണ്ടി നോക്കുന്നവർക്ക് എടുക്കാൻ പറ്റിയിട്ടുള്ള ഒരു കിടിലൻ വണ്ടിയാണ്. അതേപോലെ തന്നെ നമ്മുടെ കയ്യിൽ വേറൊരു FC വെർഷൻ 2 നമ്മുടെ കയ്യിൽ സ്റ്റോക്ക് അവൈലബിൾ ഉണ്ട്. അപ്പോൾ അത് വന്നിട്ട് 2014 മോഡലാണ്. സെയിം 2014 മോഡലാണ്. അപ്പോൾ ഇതിന്റെ ആസ്കിംഗ് പ്രൈസ് വന്നിട്ട് 35,000 രൂപയാണ്. വെർഷൻ 2 വണ്ടിയാണ്. ഇതിലും പേര് മാറ്റൽ, ഇൻഷുറൻസ് കാര്യങ്ങളെല്ലാം നമ്മൾ ക്ലിയർ ചെയ്ത് തരും. 2012 മോഡൽ ഒരു യൂണിക്കോൺ നമ്മളെ സ്റ്റോക്ക് ഇരിപ്പുണ്ട്. വെറും 25,000 രൂപയ്ക്ക് നമുക്ക് ഈ വണ്ടി തരാൻ പറ്റും. അതേപോലെ തന്നെ 35,000 രൂപയ്ക്ക് നല്ലൊരു കിടിലൻ 220 ലോ ബഡ്ജറ്റ് വണ്ടി നമ്മളെ അവൈലബിൾ ആണ്. 220 ഒക്കെ ഒരുപാട് പേര് നോക്കുന്നുണ്ട്. അപ്പോൾ 35,000 രൂപയ്ക്ക് നമുക്ക് ഈ 220 തരാൻ പറ്റും. അതേപോലെ ബജാജിന്റെ വിക്രാന്ത് നല്ല മൈലേജ് കാര്യങ്ങളെല്ലാം കിട്ടുന്ന വണ്ടിയാണ്. 2016 മോഡലിലുള്ള വണ്ടിയാണ്. 25,000 രൂപയ്ക്ക് നമുക്ക് തരാൻ പറ്റും. അതേപോലെ അതെ ഒരു കിടിലം പഴയ മോഡൽ വിന്റേജ് ബുള്ളറ്റ് നമ്മളെ അവൈലബിൾ ആണ്. അപ്പോൾ പഴയ വണ്ടി എടുക്കുന്ന ആരെങ്കിലും ഈ വീഡിയോ കാണുന്നുണ്ടെങ്കിൽ അത് നിങ്ങൾക്ക് എടുത്തു വെക്കാൻ പറ്റിയ നല്ലൊരു വണ്ടിയാണ്. വെറും 95,000 രൂപയ്ക്ക് ഇനി ഏകദേശം 3-3.5 വർഷത്തോളം നമുക്ക് പേപ്പർ വാലിഡിറ്റി ഉണ്ട്. അതേപോലെ തന്നെ ഈ വണ്ടിയൊക്കെ എടുക്കാൻ ആഗ്രഹിക്കുന്നവർക്ക് നിങ്ങൾ ഈ വീഡിയോ ഷെയർ ചെയ്ത് കൊടുക്കുക. വെറും 95 രൂപയ്ക്ക് ഇപ്പം മാർക്കറ്റിൽ ഏകദേശം 1,30,000 40,000 40,000 രൂപയൊക്കെ ചോദിക്കുന്ന ഒരു സെഗ്മെന്റിൽ വരുന്നതാണ്. അതുപോലെ തന്നെ
വേറൊരു വണ്ടി എന്ന് പറയുമ്പോഴത്തേക്ക് തണ്ടർബേർഡ് 350 ആണ്. 2015 മോഡൽ തണ്ടർബേർഡ് 350 ആണ്. നീറ്റ്ലി മെയിൻറ്റൈൻഡ് ആയിട്ടുള്ള ഒരു വണ്ടിയാണ്. നമ്മുടെ ആസ്കിംഗ് പ്രൈസ് 62,000 രൂപയാണ്. നമുക്ക് ഫർദർ കുറച്ച് ഡിസ്കൗണ്ട് കാര്യങ്ങളൊക്കെ ഈ വണ്ടിയിൽ ചെയ്തു തരാനായിട്ട് പറ്റും. അതേപോലെ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ ലോ ബഡ്ജറ്റ് ഡിസ്കവർ ആണ്. വെറും 15,000 രൂപ മാത്രമാണ് നമ്മൾ ചോദിക്കുന്നത്. അതുപോലെ തന്നെ നിങ്ങൾ പഴയ മോഡൽ ഒരു സ്പ്ലെൻഡർ, ഇപ്പോൾ ഒരുപാട് പേര് സ്പ്ലെൻഡർ കാര്യങ്ങളൊക്കെ നോക്കുന്നുണ്ട്, പഴയ മോഡൽ വെറും 30,000 രൂപയ്ക്ക് കണ്ടീഷൻ വണ്ടിയാണ്. ഇതിന്റെ വർക്ക് കാര്യങ്ങളെല്ലാം നമ്മൾ കംപ്ലീറ്റ് ചെയ്ത് വെച്ചേക്കുന്ന വണ്ടിയാണ്. നീറ്റ് വണ്ടിയാണ്. അപ്പോൾ ഒരു എന്താണ് ഒരു 30 രൂപ റേഞ്ചിൽ ഒരു കിടിലം പഴയ മോഡൽ സ്പ്ലെൻഡർ, ഈ ഡിസൈൻ വരുന്ന സ്പ്ലെൻഡർ ഒക്കെ എടുക്കാൻ ആഗ്രഹിക്കുന്നവർക്ക് നോക്കാൻ പറ്റിയ KL01 രജിസ്ട്രേഷനിൽ വരുന്ന, ട്രിവാൻഡ്രം രജിസ്ട്രേഷനിൽ വരുന്ന ഒരു വണ്ടിയാണ്. അതേപോലെ തന്നെ നിങ്ങൾ ഒരു ബുള്ളറ്റ് എടുത്തിട്ട്, പഴയ മോഡൽ ഒരു ബുള്ളറ്റ് എടുത്ത് പണിയാനായിട്ട് ആഗ്രഹിക്കുന്നെങ്കിൽ നമ്മളെ ഒരു മാച്ചസ്മോ അവൈലബിൾ ആണ്. 2003 മോഡലിലുള്ള വണ്ടിയാണ്. പക്ഷെ നിലവിൽ ഇതിന്റെ പേപ്പേഴ്സ് കാര്യങ്ങളെല്ലാം പെൻഡിങ് ആണ്. വണ്ടി റണ്ണിങ് കണ്ടീഷനിലാണ്. അപ്പോൾ നമ്മൾ വെറും 45,000 രൂപയ്ക്ക് ഈ വണ്ടി നിങ്ങൾക്ക് തരാനായിട്ട് പറ്റും. ബാക്കി ഇപ്പൊ പേപ്പർ വർക്ക് കാര്യങ്ങളൊക്കെ ചെയ്ത് നിങ്ങൾക്ക് ഇതിന്റെ ടെസ്റ്റ് കാര്യങ്ങൾ ചെയ്ത് വെക്കാൻ പറ്റുമെങ്കിൽ കിഡില ഒരു മുതലാണിത്. ഇപ്പൊ ഈ ടൈപ്പ് വണ്ടികൾ, മാച്ചസ്മോ വണ്ടി, അതായത് ക്രോം ഫിനിഷിലൊക്കെ വരുന്ന ഈ പഴയ മോഡൽ വണ്ടികളൊക്കെ ഇപ്പൊ മാർക്കറ്റിൽ അവൈലബിൾ അല്ല. അപ്പൊ ഈ പ്രൈസ് ഫിക്സഡ് ആണ്, 45,000 രൂപ. എടുത്തു വെക്കാനായിട്ട് ആഗ്രഹിക്കുന്നത് സിംഗിൾ ഓണർഷിപ്പിൽ വരുന്ന ഒരു വണ്ടിയാണ്. റീടെസ്റ്റ് കാര്യങ്ങളൊക്കെ ചെയ്തു വെച്ച് കഴിഞ്ഞാൽ നല്ല രീതിയിൽ മാർക്കറ്റ് കിട്ടുന്ന ഒരു വണ്ടിയാണ്. അതേപോലെ തന്നെ റീടെസ്റ്റ് പെൻഡിങ്ങിൽ ഇരിക്കുന്ന 2 CD100 SS നമ്മളതിൽ സ്റ്റോക്ക് ഉണ്ട്. അപ്പൊ അതും നമ്മൾ ആസ്ക് ചെയ്യുന്ന പ്രൈസ് എന്ന് പറഞ്ഞാൽ 25,000 രൂപയാണ്. അപ്പോൾ നിങ്ങൾ വിചാരിക്കാം ടെസ്റ്റ് മുടക്കം CD100 ഇത്രയും പ്രൈസ് ഉണ്ടെന്ന്. ആക്ച്വലി ഈ വണ്ടികളൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ടെസ്റ്റ് ചെയ്ത് നല്ല ക്ലിയർ ചെയ്ത് വെച്ച് കഴിഞ്ഞാൽ ഇതിനൊക്കെ നല്ല മാർക്കറ്റ് റേഞ്ച് ഉള്ള വണ്ടികളാണ്, സ്റ്റോക്ക് കണ്ടീഷനിലുള്ള വണ്ടിയാണ്. അപ്പോൾ നമ്മൾ 25 രൂപയാണ് ആസ്കിങ്. അപ്പോൾ ജെനുവിനായിട്ട് ഒരു കസ്റ്റമർ ഉണ്ടെങ്കിൽ നമുക്ക് ഡിസ്കൗണ്ട് കാര്യങ്ങളൊക്കെ ചെയ്തു തരാനായിട്ട് പറ്റും. അതേപോലെ തന്നെ നമ്മളതിൽ ഒരു ഫേസർ ഇരിപ്പുണ്ട്. ഫേസറിന്റെ പ്രൈസ് വന്നിട്ട് വെറും 38,000 രൂപയാണ്. 2015 മോഡൽ വെർഷൻ 2 ഫേസർ ആണ്. അപ്പോൾ ഈ ഇത്രയും പറഞ്ഞ വണ്ടികൾ നിങ്ങൾ എടുക്കാനായിട്ട് ആഗ്രഹിക്കുന്നവർ ഈ സ്ക്രീനിൽ ഇപ്പോൾ സ്ക്രോൾ ചെയ്തുകൊണ്ടിരിക്കുന്ന ഈ 2 നമ്പറിൽ തന്നെ നിങ്ങൾ കോൺടാക്ട് ചെയ്യുക. അതേപോലെ തന്നെ വേറൊരു കാര്യം എന്ന് പറഞ്ഞാൽ കരിഷ്മ, ഒരുപാട് പേരാണ് കരിഷ്മ ചോദിക്കുന്നത്. അപ്പൊ കരിഷ്മ 2005 മോഡലിലുള്ള ഒരു കരിഷ്മയാണ്. റീടെസ്റ്റ് കാര്യങ്ങളെല്ലാം കഴിഞ്ഞിരിക്കുന്ന വണ്ടിയാണ്. നമുക്ക് 32,000 രൂപയ്ക്ക് ഈ വണ്ടി തരാനായിട്ട് പറ്റും. അപ്പോൾ എടുത്ത് സ്റ്റോക്ക് ചെയ്യാനൊക്കെ ആഗ്രഹിക്കുന്നവർ അല്ലെങ്കിൽ കരിഷ്മ നോക്കി കിടക്കുന്നവർക്കൊക്കെ എടുക്കാൻ പറ്റിയിട്ടുള്ള ഒരു കിടിലൻ വണ്ടിയാണ്. ഇനി എല്ലാവരും ഒരുപാട് പേര് ഇപ്പൊ ലേഡീസ് ഒക്കെ പഠിക്കാനായിട്ടാണെങ്കിലും ചെറുതായിട്ട് പഠിച്ചു കഴിഞ്ഞവർക്കൊക്കെ എടുക്കാൻ പറ്റിയിട്ടുള്ള സെഗ്മെന്റിലുള്ള വണ്ടികളാണ്. അതായത് TVS വീഗോ. ഈ വണ്ടിക്ക് നമ്മൾ ആസ്ക് ചെയ്യുന്ന പ്രൈസ് വെറും 17,000 രൂപയാണ്. അതുപോലെ തന്നെ 25 രൂപയ്ക്ക് ഒരു നീറ്റ് കണ്ടീഷൻ ആക്റ്റീവ ഇരിപ്പുണ്ട്. അതേപോലെ തന്നെ ഒരു വെസ്പ ഇരിപ്പുണ്ട് ലോ ബഡ്ജറ്റിൽ വന്നിട്ട് വെറും 23 രൂപയ്ക്ക് തരാൻ പറ്റും വെസ്പ. അതേപോലെ തന്നെ ഒരു ഹോണ്ട ഏവിയേറ്റർ റീടെസ്റ്റ് എല്ലാം കഴിഞ്ഞ വണ്ടിയാണ്. അതും നമുക്ക് ഒരു 23 രൂപയ്ക്ക് ചെയ്തു തരാനായിട്ട് പറ്റും. പിന്നെ നമുക്ക് ഹോണ്ട ഡിയോയുടെയൊക്കെ പ്രൈസ് വരുമ്പോഴത്തേക്ക് ഒരു 50-55 റേഞ്ചിലൊക്കെ വരുന്ന വണ്ടികൾ, ഒത്തിരി വണ്ടികൾ സ്റ്റോക്ക് ഇരിപ്പുണ്ട്. അതുപോലെ തന്നെ ഒരു സുസുക്കി സ്വിഷ് വെറും 16,000 രൂപയ്ക്ക് നമ്മളതിൽ അവൈലബിൾ ഉണ്ട്. പിന്നെ ഒരുപാട് എൻക്വയറീസ് വന്നിട്ടുള്ള വണ്ടിയാണ് ഹോണ്ട നവി. ഒരുപാട് എൻക്വയറി എന്ന് പറയുമ്പോഴത്തേക്ക് പുറത്തുനിന്ന് വരെ വിളിച്ച് ചോദിച്ചിട്ടുള്ള ഒരു വണ്ടിയാണ്. ഡെലിവറിക്കൊക്കെ വേണ്ടിയിട്ട് പുറം രാജ്യങ്ങളിലൊക്കെ യൂസ് ചെയ്യുന്ന ഹോണ്ട നവിയാണ്. അപ്പോൾ നമുക്ക് പുറത്തുനിന്ന് തന്നെ ഒരുപാട് എൻക്വയറീസ് ഒക്കെ വന്നിട്ടുള്ള ഒരു വണ്ടിയാണ്. അപ്പോൾ ഇത് നമുക്ക് ഒരു ചെറിയ പ്രൈസിൽ നിങ്ങൾക്ക് തരാൻ പറ്റും. 2017 മോഡലാണ്. അതേപോലെ തന്നെ 25,000 രൂപയ്ക്കുള്ള ആക്റ്റീവ, 48 രൂപയ്ക്കുള്ള ജൂപ്പിറ്റർ, അതേപോലെ 35 രൂപയ്ക്കുള്ള പെപ്പ്. ഈ 2 വണ്ടിയും ആക്റ്റീവ 125 ആക്റ്റീവ 110 ആണ്. അപ്പൊ ഇതൊക്കെ നിങ്ങൾക്ക് ഒരു 15 രൂപ ഡൗൺ പേയ്മെന്റിൽ എടുക്കാൻ പറ്റുന്ന 2018 മോഡൽ ആക്റ്റീവ 110 125 ആണ് അവൈലബിൾ ആയിട്ടുള്ളത്. അതുപോലെ തന്നെ 38 രൂപയ്ക്കുള്ള ഒരു ആക്റ്റീവ 3G നമ്മളതിൽ അവൈലബിൾ ആണ്. ഇനി സ്കൂട്ടർ സെഗ്മെന്റിൽ നിങ്ങൾ മൈലേജ് ആണ് ആഗ്രഹിക്കുന്നെങ്കിൽ TVSന്റെ ജൂപ്പിറ്റർ നമ്മളതിൽ സ്റ്റോക്ക് ഇരിപ്പുണ്ട്. അപ്പൊ ഇതൊക്കെ 2018, 2019, 20, 21, 22 മോഡൽസ് ആണ് നമ്മളതിൽ അവൈലബിൾ ആയിട്ടുള്ളത്. അപ്പൊ ഇതൊക്കെ നല്ല ഏകദേശം 50 മൈലേജ് കിട്ടുന്ന വണ്ടിയാണ്. പുതിയ വണ്ടികളാണ്. വെറും 20,000 രൂപ അല്ലെങ്കിൽ 15 രൂപ ഡൗൺ പേയ്മെന്റിൽ എടുക്കാൻ പറ്റുന്ന വണ്ടികളാണ് ഇരിക്കുന്നത്. അപ്പോൾ TVS ജൂപ്പിറ്റർ എന്ന് പറയുമ്പോഴത്തേക്ക് നല്ല മൈലേജും അതേപോലെ എല്ലാ കളേഴ്സും നമ്മളതിൽ അവൈലബിൾ ആണ്. വെറും 15 രൂപ 20 രൂപ നിങ്ങൾ ഡൗൺ പേയ്മെന്റ് അടച്ചു കഴിഞ്ഞാൽ നമുക്ക് ഈ ഇരിക്കുന്ന വണ്ടികളൊക്കെ നോക്കാനായിട്ട് പറ്റും. ഇനിയിപ്പോൾ ഒരു TVS XL ഇരിപ്പുണ്ട്. 2021 മോഡലാണ്. XL ആരെങ്കിലും നോക്കുന്നുണ്ടെങ്കിലും ഈ സ്ക്രീനിൽ കാണുന്ന നമ്പറിൽ നിങ്ങൾക്ക് കോൺടാക്ട് ചെയ്യാം. അതേപോലെ എൻഡോർക്കിന്റെ വണ്ടികൾ നമുക്ക് പുതിയ കുറച്ച് സ്റ്റോക്കും കൂടെ ഒക്കെ വരുന്നുണ്ട്. അപ്പോൾ 20,000 രൂപ ഡൗൺ പേയ്മെന്റ് അടച്ചെടുക്കാൻ പറ്റുന്നതാണ് TVS എൻഡോർക്ക് ജൂപ്പിറ്റർ ഒക്കെ വരുന്ന വണ്ടികൾ. എല്ലാം ലോ
കിലോമീറ്ററേ ഓടിയിട്ടുള്ളൂ. അതേപോലെ ഇവിടെ ഒരു ജൂപ്പിറ്റർ ഇരിപ്പുണ്ട്. അപ്പോൾ ഇതിന്റെ ആസ്കിംഗ് പ്രൈസ് വെറും 68 രൂപയാണ്. ജൂപ്പിറ്റർ ക്ലാസിക് ആണ്, നീറ്റ് ക്വാളിറ്റിയിൽ വരുന്ന ഒരു വണ്ടിയാണ്. ഇത്രയും വണ്ടികളാണ് നമ്മളെ സ്റ്റോക്ക് ഇരിക്കുന്നത്. വണ്ടി ആഗ്രഹിക്കുന്നവർ സ്ക്രീനിൽ കാണുന്ന നമ്പറിൽ നിങ്ങൾ കോൺടാക്ട് ചെയ്യുക. അപ്പോൾ ഇതിലുള്ള വണ്ടികൾ നിങ്ങൾക്ക് സെയിൽ ചെയ്യാനുണ്ടെങ്കിൽ നമ്മളെ കോൺടാക്ട് ചെയ്യാൻ പറ്റും. അപ്പോൾ കൃത്യമായിട്ട് പേപ്പർ വർക്ക്, ഇൻഷുറൻസ് എല്ലാം ക്ലിയർ ചെയ്തായിരിക്കും നിങ്ങൾക്ക് തരുന്നത്. 2019 മേലോട്ടുള്ള വണ്ടികൾക്കൊക്കെ നമുക്കൊരു 1 വീക്ക് ചെക്കിംഗ് വാറണ്ടി കാര്യങ്ങളെല്ലാം വരുന്നുണ്ട്. ഇപ്പോൾ ഈ ഇരിക്കുന്ന വണ്ടികളെല്ലാം അസ് ഓഫ് നോ നല്ല നീറ്റ് ക്വാളിറ്റിയിൽ നമ്മൾ മെയിൻറ്റെയിൻ ചെയ്തിട്ടുള്ളതാണ്. ലോ ബഡ്ജറ്റ് ആണെങ്കിലും മിഡ് ബഡ്ജറ്റ് ആണെങ്കിലും നല്ല നീറ്റ്ലി മെയിൻറ്റെയിൻഡ് ആയിട്ടുള്ള വണ്ടികളാണ്. അപ്പോൾ വണ്ടി എടുക്കാൻ ആഗ്രഹിക്കുന്നവർക്ക് ഇത്രയും വണ്ടികൾ സ്റ്റോക്ക് ഇരിപ്പുണ്ട്. അതിൽ തന്നെ സ്പ്ലെൻഡർ, FC, കരിഷ്മ, ബുള്ളറ്റ് ഒക്കെ നമുക്ക് ലോ ബഡ്ജറ്റിൽ എടുക്കാൻ പറ്റിയ 65,000 രൂപ വരെ ബുള്ളറ്റ്. അതേപോലെ തന്നെ പഴയ ബുള്ളറ്റ് ഒക്കെ എടുത്ത് വെക്കാനായിട്ട് ആഗ്രഹിക്കുന്നവർക്ക് നമുക്ക് 95 രൂപയ്ക്ക് വിന്റേജ് മോഡൽ 2000 മോഡലാണ്. അപ്പോൾ അതൊക്കെ എടുത്ത് വെക്കാനായിട്ട് പറ്റും. അതേപോലെ തന്നെ വെറും 25,000 രൂപയ്ക്ക് നമുക്ക് വിക്രാന്തും യൂണിക്കോൺ പോലുള്ള വണ്ടികൾ ലോ ബഡ്ജറ്റിൽ FC, കരിഷ്മ, അതേപോലെ CD100 SS. ഇനി നിങ്ങൾക്ക് പണിത് വെക്കാനായിട്ട് ആഗ്രഹിക്കുന്നെങ്കിൽ മാച്ചസ് മോർ ഒരു കിടില മോഡൽ നമ്മളെ ഇരിപ്പുണ്ട്. ഇനി ഫേസറിന്റെ വേറൊരു മോഡൽ വരുന്നുണ്ട്. അപ്പൊ അത് വെറും 28,000 രൂപ മാത്രമാണ് ഫേസർ. അതിന്റെ ടോപ്പ് മോഡൽ വെർഷൻ 2 ഫേസർ 38 രൂപയ്ക്ക് അവൈലബിൾ ആണ്. അതേപോലെ സ്കൂട്ടി പെപ്പ്, നവി, സ്വിഷ്, ആക്റ്റീവ, ഡിയോസ്, അങ്ങനെ മൊത്തത്തിലുള്ള ഒരു വണ്ടി കൊട്ടാരം തന്നെയാണ് ഇവിടെ ഉള്ളത്. ഇനി നിങ്ങൾക്ക് പ്രീമിയം വണ്ടിയാണ് നിങ്ങൾ ആഗ്രഹിക്കുന്നതെങ്കിൽ നമ്മൾ ഇനിയിപ്പോൾ അടുത്ത ഷോറൂമിൽ നമ്മൾ ചെയ്യാൻ പോകുന്ന പ്രീമിയം സെഗ്മെന്റിൽ ഇരിക്കുന്ന വണ്ടികളാണ്. അപ്പോൾ എല്ലാ ടൈപ്പ് ബഡ്ജറ്റിലുള്ള വണ്ടികളും നമ്മളതിലുണ്ട്. വണ്ടി ആഗ്രഹിക്കുന്നവർ ഈ നമ്പറിൽ എത്രയും പെട്ടെന്ന് കോൺടാക്ട് ചെയ്യുക. അതേപോലെ തന്നെ 2022 നമ്മളതിൽ ഇരിക്കുന്ന ഒരു പ്ലാറ്റിനയാണ്. ഇത് വെറും 3000 കിലോമീറ്റർ മാത്രമേ ഓടിയിട്ടുള്ളൂ. അപ്പോൾ വളരെ ചെറിയ കിലോമീറ്റർ ഓടിയ വണ്ടികൾ ഇതിനകത്ത് സ്റ്റോക്ക് ഉണ്ട്. അതായത് 3000 കിലോമീറ്റർ ഓടിയ പ്ലാറ്റിന ഇരിപ്പുണ്ട്. അതേപോലെ തന്നെ 3000 കിലോമീറ്റർ ഓടിയ TVS ജൂപ്പിറ്റർ. അപ്പോൾ നിങ്ങൾ ഫ്രഷ് വണ്ടിയൊക്കെ ജൂപ്പിറ്റർ എടുക്കാനായിട്ട് 1,20,000 30,000 ഒക്കെ സ്പെൻഡ് ചെയ്യുന്നവർക്ക് ഒന്ന് നോക്കാൻ പറ്റിയ കിടില വണ്ടിയാണ്. വെറും 3000 കിലോമീറ്റർ ഓടിയിട്ടുള്ളൂ. അതേപോലെ തന്നെ 12,000 കിലോമീറ്റർ, 11,000 കിലോമീറ്റർ, 10,000 കിലോമീറ്റർ, 10,000 കിലോമീറ്ററിനകത്ത് ഓടിയിട്ടുള്ള TVS ജൂപ്പിറ്ററുകളാണ് നമ്മളിൽ സ്റ്റോക്ക് ഇരിക്കുന്നത്. ഫ്രഷ് വണ്ടി എടുക്കാനായിട്ട് ഇരിക്കുന്നവർക്ക് എങ്ങനെ പോയാലും ഒരു 50,000 രൂപ നിങ്ങളുടെ പോക്കറ്റിലിരിക്കും. അപ്പോൾ 20,000 രൂപ ഡൗൺ പേയ്മെന്റ് അടച്ച് നമുക്ക് ഫിനാൻസ് വേണമെങ്കിൽ ചെയ്തു തരാം. നിങ്ങളുടെ കയ്യിലിരിക്കുന്ന വണ്ടി എക്സ്ചേഞ്ച് വേണമെങ്കിൽ എടുക്കാൻ പറ്റും. അപ്പോൾ എല്ലാ സെഗ്മെന്റ് വണ്ടിയും നമ്മളെ അവൈലബിൾ ആണ്. അപ്പോൾ ഫിനാൻസിന് വേണ്ടവർക്ക് പ്രൂഫ് കാര്യങ്ങൾ എന്തൊക്കെയാണ് നമ്മൾ ഓൾറെഡി പല പ്രാവശ്യം പറഞ്ഞിട്ടുണ്ട്. ആധാർ കാർഡ്, ബാങ്ക് പാസ്ബുക്ക്, പാൻ കാർഡ്, ATM കാർഡ്, പിന്നെ മറ്റ് ജില്ലയിലുള്ളവർക്കാണെങ്കിൽ വോട്ടർ ID അല്ലെങ്കിൽ ഡ്രൈവിംഗ് ലൈസൻസ്. ഇത്രയും പ്രൂഫാണ് നമുക്ക് വേണ്ടത്. നമുക്ക് സെയിം ഡേ തന്നെ ഫിനാൻസ് ചെയ്ത് പോകാനായിട്ട് പറ്റും. അപ്പോൾ എല്ലാ സപ്പോർട്ടിനും ബൈക്ക് ആൻഡ് കാർസ് നിങ്ങളെ കൂടെയുണ്ട്. വണ്ടി ആഗ്രഹിക്കുന്നവർ കോൺടാക്ട് ചെയ്യുക. നിങ്ങൾ വന്നു കഴിഞ്ഞാൽ സെയിം ഡേ തന്നെ ഫിനാൻസ് കാര്യങ്ങളെല്ലാം കംപ്ലീറ്റ് ചെയ്തിട്ട് ഇതിലിരിക്കുന്ന ഏത് വണ്ടിയായിട്ട് വേണമെങ്കിലും നിങ്ങൾക്ക് കൊണ്ടുപോകാൻ പറ്റും. അതേപോലെ നിങ്ങളെ കയ്യിലിരിക്കുന്ന ഒരു നല്ലൊരു വണ്ടി അല്ലെങ്കിൽ നിങ്ങളെ കയ്യിലിരിക്കുന്ന വണ്ടി എക്സ്ചേഞ്ച് ചെയ്തിട്ടാണ് നമ്മളെ വണ്ടി എടുക്കാനായിട്ട് ആഗ്രഹിക്കുന്നതെങ്കിൽ നിങ്ങൾക്ക് ആ വണ്ടിയിൽ തന്നെ വന്നിട്ട് പുതിയ വണ്ടിയിൽ പോകാനായിട്ട് പറ്റും. നിങ്ങളുടെ കയ്യിലിരിക്കുന്ന ഒരു വണ്ടി എക്സ്ചേഞ്ച് ചെയ്തിട്ടാണ് നമ്മളെ വണ്ടി എടുക്കണമെങ്കിൽ നിങ്ങൾക്ക് എടുക്കാനായിട്ട് പറ്റും. അതിപ്പോൾ കാർ ആണെങ്കിലും ബൈക്ക് ആണെങ്കിലും സ്കൂട്ടർ ആണെങ്കിലും ഏതാണെങ്കിലും നമുക്ക് എക്സ്ചേഞ്ച് ചെയ്യാനുള്ള പ്രൊവിഷൻ ഉണ്ട്. അപ്പോൾ വണ്ടി ആഗ്രഹിക്കുന്നവർ അല്ലെങ്കിൽ വണ്ടി നോക്കുന്നവർ എത്രയും പെട്ടെന്ന് ഈ സ്ക്രീനിൽ കാണുന്ന നമ്പറിൽ കോൺടാക്ട് ചെയ്യുക. ഇതൊക്കെയാണ് നമ്മളെ ഗോഡൌണിൽ ഇരിക്കുന്ന വണ്ടിയുടെ ഡീറ്റെയിൽസ്. അപ്പോൾ വണ്ടി വാങ്ങിക്കാനായിട്ട് ആഗ്രഹിക്കുന്നവർ ഇവരെ രണ്ടുപേരെ നമ്പർ നമ്മൾ സ്ക്രീനിൽ കാണിച്ചിട്ട് ആ നമ്പറിൽ കോൺടാക്ട് ചെയ്യുക. വണ്ടിയുടെ ഫുൾ ഡീറ്റെയിൽസ്, ഫിനാൻസ് അവൈലബിൾ ആയിട്ടുള്ള വണ്ടികളെ പറ്റി നമ്മൾ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഫിനാൻസിന് എന്തൊക്കെ പ്രൂഫ് കാര്യങ്ങളാണ് വേണ്ടതെന്ന് ഇവർ പറയും. എന്തൊക്കെ പ്രൂഫാണ് വേണ്ടത് ഇക്ബാലെ? ഫിനാൻസിനാണെങ്കിൽ തിരുവനന്തപുരം കസ്റ്റമർ ആണെങ്കിൽ ആധാർ, അതെ. അപ്പൊ ട്രിവാൻഡ്രം കസ്റ്റമർ ആണെങ്കിൽ ആധാർ കാർഡ്, ബാങ്ക് പാസ്ബുക്ക്, പാൻ കാർഡ്, ATM കാർഡ്. മറ്റ് ജില്ലക്കാർക്ക് അഡീഷണൽ വോട്ടർ IDയോ അല്ലെങ്കിൽ ഡ്രൈവിംഗ് ലൈസൻസോ ആണ് വേണ്ടത്. അപ്പൊ ഇവരെ രണ്ടുപേരെ നമ്പറിൽ നിങ്ങൾ കോൺടാക്ട് ചെയ്യുക. വണ്ടി നിങ്ങൾക്ക് എടുക്കാനായിട്ടുള്ള എല്ലാ കാര്യങ്ങളും, ഇപ്പൊ ഡീറ്റെയിൽസ് വേണമെങ്കിലോ എന്ത് കാര്യമാണെങ്കിലും ഇവർ നിങ്ങൾക്ക് അറേഞ്ച് ചെയ്ത് തരും. ഒപ്പം പേരുമാറ്റിൽ കാര്യങ്ങളെല്ലാം ക്ലിയർ ചെയ്ത് തരും. സ്ക്രീനിൽ കാണുന്ന ഈ 2 നമ്പറിൽ തന്നെ നിങ്ങൾ കോൺടാക്ട് ചെയ്യുക. അതേപോലെ ഇതിൽപ്പെട്ട ഏതെങ്കിലും വണ്ടി നിങ്ങൾക്ക് സെല് ചെയ്യാനുണ്ടെങ്കിലും ഈ നമ്പറിൽ തന്നെ നിങ്ങൾ ഡീറ്റെയിൽസ് അയച്ചു കൊടുക്കുക. ഡീറ്റെയിൽസ് അയക്കുമ്പോഴത്തേക്ക് 4 ഫോട്ടോ, RCയുടെ ഫോട്ടോ ഡീറ്റെയിൽസ് എല്ലാം അയച്ചു കൊടുക്കുക. റേറ്റ് കാര്യങ്ങളെല്ലാം നമുക്ക് ഓക്കെ ആണെന്നുണ്ടെങ്കിൽ നമുക്ക് പാർക്ക് ആൻഡ് സെയിലോ കാര്യങ്ങളോ ഒന്നുമില്ല. നമുക്ക് സ്പോട്ട് പേയ്മെന്റ് ചെയ്ത് തന്നെ വണ്ടികൾ എടുക്കാനായിട്ട് പറ്റും. അപ്പോൾ ഇവരുടെ നമ്പറിൽ നിങ്ങൾ കോൺടാക്ട് ചെയ്യുക. മറ്റ് ഡീറ്റെയിൽസ് എല്ലാം ഇവർ ഷെയർ ചെയ്ത് തരും. അപ്പോൾ അടുത്തൊരു കിടിലം വീഡിയോ വരുന്നുണ്ട്. നമ്മൾ ഹൈ ബഡ്ജറ്റ് വണ്ടികളൊക്കെ വെച്ചിട്ട് കിടിലം ഒരു വീഡിയോ വരുന്നുണ്ട്. സ്റ്റേ ട്യൂൺ. ബൈ ബൈ.